ഒന്നും ഉണ്ടാകാത്ത, പുല്ല് പോലും മുളയ്ക്കാത്ത കേരളത്തില് പശുവിനെ വളർത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. പശുക്കളുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് TPC ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ശരിയാണ്. കാരണം എനിക്ക് ബിനോയ് വിശ്വംജിയോട് പറയാനുള്ളത്, അങ്ങയുടെ പേരൊന്ന് മാറ്റണം. കാരണം വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം. ലോകം പോയിട്ട് അങ്ങ് ജനിച്ച വൈക്കത്തെ കുറിച്ച് പോലും അങ്ങേക്ക് ഒരു വകയും അറിഞ്ഞുകൂടാ. പിന്നെ എന്തിനാണ് ഈ വിശ്വം എന്നുള്ള പേര് വെച്ചുകൊണ്ട് അങ്ങ് നടക്കുന്നത്? കാരണം കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെട്ടുകൊട്ടെ. കാരണം ഒരു ഏക്കറിന് ഒരു പശു മതി ജൈവ കൃഷി നടത്താൻ. നല്ല ഭക്ഷണം ഉണ്ടാക്കി മാരക കീടനാശിനികളില്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവസരം കിട്ടുന്നതിനെ അങ്ങ് എന്തിനാണ് തടയുന്നത്? ക്ഷേത്രകാര്യങ്ങൾക്ക് എത്രമാത്രം പാലും പാൽ ഉൽപ്പന്നങ്ങളും വേണം. ആ ഗോശാലകളിൽ ആ പശുക്കൾക്ക് പുല്ലടക്കം എന്തെല്ലാം വേണം. അതെല്ലാം കൃഷി ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം കിട്ടുന്നത് എന്തിനാണ് നശിപ്പിക്കുന്നത്? എവിടുന്നാണ് പാല് വരുന്നതെന്ന് ചോദിച്ചാൽ പാക്കറ്റിലാണ്. അത് എവിടുന്നാണ്, മിൽമയെന്നാന്ന് മാത്രം അറിയുന്ന ആൾക്കാർക്ക് പശുവിനെ കുറിച്ച് അറിയില്ലല്ലോ. നമ്മൾ പറയുന്ന ദേവതാസങ്കല്പവും അഭിഷേകവും നൈവേദ്യവും ക്ഷേത്രാചാരങ്ങളും ശിവക്ഷേത്രങ്ങളും പാലും നെയ്യും തൈരും ഒക്കെ ഒഴുകുന്ന പഞ്ചഗവ്യം എന്ന് പറയുന്ന ശുദ്ധീകരണത്തിന്റെയും അതിന്റെയൊക്കെ ആ ഒരു കാതൽ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിന്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. TPC, വളരെ വേദനയുള്ള ഒരു കാര്യം ഇന്ന് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കാണുകയുണ്ടായി. അതിനെ കുറിച്ചിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്. ഗവർണറുടെ ഒരു നിർദ്ദേശത്തിന് അല്ലെങ്കിൽ ഒരു സജഷന് നമ്മുടെ ഒരു മുൻ MLA ആയിരുന്നു എന്നാണ് തോന്നുന്നത്, അതോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാണെന്ന് തോന്നുന്നു, ബിനോയ് വിശ്വം എന്ന് പറയുന്ന വ്യക്തി കൊടുത്തിരിക്കുന്ന മറുപടിയാണ്, ഗവർണർ ഗോശാലകൾ നിർമ്മിക്കേണ്ടത് യോഗിയുടെ UP-യിൽ. എന്റെ സംശയം ഇതാണ്, UP-യിൽ ഉള്ളവര് മാത്രമാണോ പാലും പാൽ ഉൽപ്പന്നങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ എന്താണ്, വായുവാണോ ഭക്ഷിക്കുന്നത്? കാരണം പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ പശുവിനെ കൊണ്ടുള്ള ഗുണമുള്ളത്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമാണ് ചാണകമടക്കമുള്ള ജൈവ വളങ്ങള്. എത്രയോ കുടുംബങ്ങളാണ് പശുവിനെ വളർത്തുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നത്. പാലും പാൽ ഉൽപ്പന്നങ്ങളും ക്ഷേത്രങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ ഓരോ വ്യക്തികൾക്കും എത്രത്തോളം ആവശ്യമുള്ള കാര്യമാണ്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവര് പശുവിൻ പാലിലല്ലേ ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ തൈരും ഒന്നും കഴിക്കുന്നവരല്ലേ? അതോ ഇനി മറ്റ് പട്ടിപ്പാലിലോ പൂച്ചപ്പാലിലോ ഒക്കെയാണോ കഴിക്കുന്നത്? ഇങ്ങനെ ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിനെ കുറിച്ച് അതിന്റെ സകല മേഖലകളും പരാമർശിച്ചുകൊണ്ട് അങ്ങയിൽ നിന്നും ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നത്. ഒന്ന് പറയാമോ? ലക്ഷ്മിജി ആരോ പറഞ്ഞ കാര്യത്തിന് എൻ്റെ അടുത്ത് ഉത്തരം ചോദിക്കുന്നതിനേക്കാളും ബിനോയ് വിശ്വത്തോട് ചോദിക്കായിരിക്കും നല്ലത് നേരിട്ട്. പിന്നെ ഇന്ന് എൻ്റെ ഒരു ചെറിയ യൂത്ത് പ്രോഗ്രാം ഒരു 6 മണി മുതലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈദരാബാദും ഭാരതത്തിന്റെ പല ഭാഗത്തുള്ള കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും ഇന്ന് വൈകുന്നേരം കേരളത്തിൽ നിന്ന് മുഖ്യമായിട്ടുള്ള കുട്ടികൾ ഈ അഡ്മിഷനൊക്കെ ഉള്ള ഡിസ്കഷനൊക്കെ ആയതുകൊണ്ട് ഇന്ന് കോളേജൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ വേറെ പരിപാടികളൊക്കെ വൈകുന്നേരം ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെയാണ് ഞാൻ വെച്ചത്. ഒരു 5 മണിക്കൊക്കെയാണ് വെച്ചത്. 5 മണി മുതൽ ഒരു 7-7:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലുള്ള കുട്ടികൾ പലരും വീട്ടിൽ തന്നെയാണല്ലോ ഇന്ന്. ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്ന് പുറത്തുനിന്നുള്ളവരൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ വണ്ടി ഓടിക്കുകയാണ്, അവർ യാത്ര ചെയ്യാണ്, ഒരു ഓഫീസിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കേരളത്തിൽ മാത്രം ഇന്ന് ആർക്കും പണിയില്ല. വലിയൊരു ആഘോഷമാണല്ലോ ഈ. അപ്പൊ ഞാൻ എന്നിട്ട് കേരളത്തിലുള്ള കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ഹർത്താൽ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം അറിയോന്ന് ചോദിച്ചു. അവർക്ക് ആർക്കും അറിയില്ല. എനിക്ക് തോന്നുന്നില്ല. താൽ എന്ന ഇംഗ്ലീഷ് വാക്ക് പൂട്ടാണെന്നും ഹർ താൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പൂട്ടണം എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. മലയാളികളായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹർത്താൽ നടത്തുന്ന രാജ്യത്ത് ജീവിക്കുന്ന, വിദ്യാഭ്യാസത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ആർക്കും അറിയില്ല ഹർത്താലിന്റെ അർത്ഥം. അങ്ങനെ ഒന്നും അറിയാത്ത, അർത്ഥം അറിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ജനങ്ങളാണല്ലോ എന്ന് ഞാൻ ഇന്ന് വൈകുന്നേരം 5:30 ആകുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ലോകം. അറിയാത്തതും അറിവില്ലാത്തതും മാത്രം കേട്ടും പറഞ്ഞും നടക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ വല്ലാത്ത ശോചനീയാവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് പറയാതെ വയ്യ. ഇപ്പോ ഇന്നാണ് ഹൈക്കോടതിന്റെ ഓർഡർ വന്നത്. കീം എക്സാമിനേഷനിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസിന് മറികടന്നുകൊണ്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ടാക്കുന്നു. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പൊ സാധാരണ ഏറ്റവും നല്ല സ്ഥലത്ത്, ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കേണ്ട ജീവിയാണ് പശു.
അപ്പൊ കേരളത്തിലല്ല എന്ന് പറയുന്നത് കൃത്യമായിട്ടും അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പുല്ലുപോലും മുളക്കാത്ത രാജ്യത്ത് പശുവിനെ വളർത്തിക്കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഹൈദരാബാദ് എന്ന സ്ഥലത്ത് നിന്ന് കുറേ സാധനങ്ങൾ കേരളത്തിൽ നിന്ന് വരും. അത് വരുന്നത് കപ്പയും നേന്ത്രപ്പഴവും ഒക്കെ ഞങ്ങൾക്കൊക്കെ മലയാളികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെ തരുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന വലിയ ലോറികളാണ്. ആ ലോറികളിൽ തിരിച്ചു പോകുന്ന എന്താണെന്നറിയോ? ഇവിടെ നിന്ന് മരിക്കാറായിട്ടുള്ള ശവമാക്കാൻ പറ്റുന്ന പശുവിനെയും പോത്തിനെയുമാണ്. അത് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത് പോകുന്ന ചില സ്ഥലങ്ങൾ കേരളത്തിന് പുറത്തുള്ളതാണ്. എന്നാൽ അവിടുത്തെ പശുവിനെ കൊന്നാലും മതിയാവില്ല. ബാക്കിയുള്ളതും കൂടി ഏത് രാജ്യത്തൊക്കെ കിട്ടുമോ ശവം അതൊക്കെ തിന്നുന്ന ഒരു വർഗമായി മാറിയിരിക്കുന്നു കേരളം എന്നുള്ളതാണ്. അപ്പൊ വെജിറ്റബിൾസ് പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്, കഴിക്കാനുള്ള ശവം പുറത്തുനിന്ന് കൊണ്ടുവരികയാണ്. നമുക്കിതൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പശുക്കൾ ചിലപ്പോൾ പട്ടിണി കിടന്ന് പ്ലാസ്റ്റിക് കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനം കഴിക്കാനും പറ്റില്ല. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ആസാമിൽ നിന്ന് ഇന്നലെ ദിബ്രുഗറിൽ നിന്നാണ് വന്നത്. ഒരു സർജനാണ് അദ്ദേഹം. ഒരു ദിവസം തിരുവനന്തപുരത്ത് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ ഉച്ചയാകുമ്പോഴാണ് എത്തിയത്. അപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റിനെ ഏർപ്പാടാക്കി അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയി 3-4 ക്ഷേത്രങ്ങൾ കാണിച്ച് ഇന്ന് എന്ന് വെച്ചാൽ ഒരു ദിവസം തങ്ങിയിട്ട് പിറ്റേ ദിവസം തമിഴ്നാട്ടിലേക്ക് പോകണമെന്നാ പറഞ്ഞത്. ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ അയാൾക്ക് ബ്രീഫ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് കേരളത്തിന്റെ റോഡില് അണ്ണാർക്കണ്ണനോ കാക്കയോ പൂച്ചയോ പട്ടിയോ പോലും നടക്കാൻ പറ്റില്ല. കാരണം അതിനൊക്കെ തച്ചു കൊല്ലും. റോട്ടിൽ ഹർത്താൽ എന്ന് പറയുന്നൊരു സംഭവം നിങ്ങളുടെ നാട്ടിലൊക്കെ നടക്കുന്ന, ആസാമിലൊക്കെ നടക്കുന്ന പോലെ ഒന്നും അല്ല. ഇവിടെ ഒരാളെയും അനങ്ങാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ആലോചിച്ച് നോക്കാം, ഈ നാട്ടില് അത് കൃത്യമായിട്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിട്ടില്ല. അത് UP-യിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്നത് നല്ല അഭിപ്രായത്തോടു കൂടി പശുവിനോടുള്ള ബഹുമാനം കൊണ്ട് പറയുന്നതായിരിക്കും. കാരണം ഗവർണറോട് ഇവിടെ ആക്കിയാൽ ബുദ്ധിമുട്ടാണ്, മനുഷ്യന്മാർക്ക് തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണല്ലോ അങ്ങനെ ആ രാജ്യത്തൊന്നും ഇല്ലാത്ത ചില പാർട്ടി കേരളത്തിൽ മാത്രമുള്ളത് ഇപ്പം. അപ്പൊ ഞങ്ങളുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് മനുഷ്യന്മാരോ അതുപോലെ സാത്വികമായിട്ടുള്ള ഒരു ജീവികളെയും വളർത്താൻ പറ്റില്ല. ഏറ്റവും സാത്വികമായിട്ടുള്ള ആന പോലും ക്രൂരതയിലേക്ക് നടക്കുന്ന ലോകത്തിലെ ഏക സംസ്ഥാനം കേരളമാണ്. ഇന്നും കഞ്ചിക്കോട് ഇറങ്ങി, അത് തമിഴ്നാട്ടിൽ ഇറങ്ങില്ല. തമിഴ്നാടിന്റെ ഫോറസ്റ്റിൽ അത് കേരളത്തിൽ വന്നിട്ട് ഇറങ്ങുകയുള്ളൂ. തൃശ്ശൂരും നിലമ്പൂരും ആ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അപ്പൊ ആനയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ പട്ടികൾ ക്രൂരന്മാരാവുന്നു, മനുഷ്യന്മാർ അതിനേക്കാളും ക്രൂരന്മാരാവുന്നു. മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്ന് പറയുന്ന മനുഷ്യരൂപത്തിൽ നടക്കുന്ന കുറെ മൃഗങ്ങൾ ജീവിക്കുന്ന ഒരു നാടായി മാറുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലപ്പോൾ കേരള ഗവർണർ അങ്ങനെയെങ്കിലും മനുഷ്യസ്നേഹിയെ പോലെ മനുഷ്യനെ സ്നേഹിക്കുന്ന മൃഗങ്ങളെയൊക്കെ വളർത്തി അവര് ഈ ശവം കഴിക്കുന്നതിന് പകരം പാലും നെയ്യും ഒക്കെ കഴിച്ചോട്ടെ, തൈരൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്നുള്ളത് അദ്ദേഹം ചിലപ്പോൾ പറയേണ്ടി വരും. കാരണം ഇതല്ല എന്ന് കുറച്ചും കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സാത്വികതയിലേക്ക് മാറ്റാൻ പറ്റുന്ന ചില സംഭവങ്ങളൊക്കെ ആദ്യം തന്നെ നടക്കേണ്ടി വരും. അതിന് സംസ്ഥാനത്തിന് മാറ്റം ഉണ്ടാവണം, മനുഷ്യന്റെ കൾച്ചറിൽ മാറ്റം ഉണ്ടാവണം. ആ സ്വമേധയാ വരുന്ന കുറെ മാറ്റങ്ങൾ മനുഷ്യന്മാരിൽ ഉണ്ടായാലേ മനുഷ്യന്മാർ പരിപാലിക്കേണ്ട പെറ്റ് ആനിമൽസ് എന്ന വാക്കിൽ പെടുന്നതാണല്ലോ. പെറ്റ് ആനിമൽ ആണ്, അതിൽ ഏറ്റവും നല്ല പെറ്റ് ആനിമൽ ആണ് പിന്നെ ഈ പശുക്കൾ എന്ന് പറയുന്നത്. അത് പ്രാചീന കാലം മുതൽ സാമൂഹികമായ ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെടുന്ന, ഒരു ജീവിയെയും ഉപദ്രവിക്കാത്ത, ഒരിക്കലും ഭയത്തോടു കൂടി അല്ലാതെ തൊടാനും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ പാല് നേരിട്ട് കറന്നു കുടിച്ചിട്ടുള്ള ആളാണ്. പശുവിന്റെ അകിടിൽ നിന്ന് ചൂടോടുകൂടിയുള്ള പാല് നേരെ കുടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പശുപാലകനായിരുന്നു ചെറുപ്പത്തിൽ. ഇഷ്ടംപോലെ പശുക്കൾ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടില്. എൻ്റെ ഓർമ്മയിലൊക്കെ അമ്മ പാല് കറക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വയ്യാത്ത ദിവസങ്ങളിലൊക്കെ പാല് കറക്കുകയും അത് കൊണ്ട് വിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ആയുർവേദ ഷോപ്പുകളൊക്കെ കൊണ്ട് അത്യാവശ്യമായിട്ട് നല്ല പാല് വേണമെന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് പാലും നെയ്യും എല്ലാ സംഭവങ്ങളും. ഏറ്റവും നല്ല വഴിപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നല്ല കർമ്മങ്ങളൊക്കെ ഉപദ്രവിക്കുന്ന എല്ലാ യാഗകർമ്മങ്ങളിലും എല്ലാ മരുന്നുകളിലും അത്യാവശ്യമായിട്ട് വേണ്ടത് നെയ്യാണ്. നമ്മൾ അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് ഒരു കഴഞ്ച് നെയ്യും കുറച്ച് അരിയും ആണ് അഗ്നിയിലേക്ക് അർപ്പിച്ചിട്ട് അഗ്നായ സ്വാഹ
അഗ്നായ ഇതം നമോ പ്രജാപതയെ സ്വാഹ പ്രജാപതയെ ഇതം നമ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷേത്രങ്ങളിലും സാത്വികമായിട്ടുള്ള എല്ലാ ആചാരകർമ്മങ്ങളിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുപോലെ ഇപ്പൊ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിനും ഓരോ കൃഷിക്കും ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. ഒരു 5 കിലോഗ്രാമിന്റെ അത് മാത്രമല്ല TPC, ആരോഗ്യപരമായിട്ട് ഇപ്പൊ നമ്മള് കേരളമാണ് ക്യാൻസർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മുമ്പ് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ ഇന്ന് 3ഉം 4ഉം ക്യാൻസർ രോഗികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള നല്ല ശീലങ്ങള്, നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം, പശു ഒരു വീട്ടിലുണ്ടെങ്കിൽ അതിന്റെ ചാണകം കൊണ്ട് തന്നെ കൃഷി പ്രോത്സാഹിക്കപ്പെടും. അപ്പൊ അതൊക്കെ പ്രോത്സാഹിപ്പിച്ച് ജീവിത നിലവാരം കൂട്ടി ജനങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും അത്തരത്തിലുള്ള ഒരു നല്ല സജഷനെ, നല്ലൊരു നിർദ്ദേശത്തെ എതിർക്കില്ല. ഇത് തീർച്ചയായിട്ടും മരുന്ന് മാഫിയകളെ അടക്കം സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ജനങ്ങള് ആത്മഹത്യ ചെയ്യുന്ന ഒരവസ്ഥയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കാണുകയുണ്ടായി. അതായത് ഒരു അച്ഛൻ മകന്റെ, ക്യാൻസർ രോഗിയായ കുഞ്ഞു മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി മോഷ്ടിച്ച് അദ്ദേഹം പിടിക്കപ്പെട്ടു. സത്യത്തിൽ നമുക്ക് എവിടെ നിൽക്കണം എന്ന് തോന്നുന്ന രീതിയിൽ, ആരുടെ ഒപ്പം നിൽക്കണം എന്ന് പോലും തോന്നാത്ത രീതിയിൽ ഉള്ള ഒരു വാർത്തയായിരുന്നു അത്. ആ അച്ഛനൊപ്പം നിൽക്കണമോ അതോ നീതി വ്യവസ്ഥയുടെ ഒപ്പം നിൽക്കണമോ എന്ന് പോലും തോന്നിപ്പോകും. അപ്പൊ അത്രയും ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയില് നമ്മുടെ കാർഷിക മേഖലയെ, അതുപോലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെ, രോഗപ്രതിരോധ ശേഷിയെ ഒക്കെ സഹായിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം, അതും സംസ്ഥാന തലവനായിട്ടുള്ള ഗവർണറാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അത് ജനോപകാരപ്രദമായിട്ട് ഉപയോഗിക്കേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുമ്പോൾ അതിന്റെ സത്യസ്ഥിതി, അതിന്റെ എല്ലാ വശങ്ങളും തുറന്നു കാണിക്കേണ്ടത് അങ്ങേപോലെയുള്ള ഒരുപാട് അറിവുള്ള ശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള വ്യക്തിയുടെ കടമയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. ഒന്നുകൂടി അങ്ങ് വിശദമാക്കാമോ അതിനെക്കുറിച്ച്? അല്ല, ഈ ചീഫ് മിനിസ്റ്റർ സ്വന്തം വീട്ടിൽ പശുവിനെ തൊഴുത്തുണ്ടാക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുമ്പൊന്നും ഇത് പറയാൻ ആർക്കുമില്ല. സാധാരണ മനുഷ്യന്മാര്, ഗവർണർ എല്ലാരും ഇത് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ തൊഴുത്തിന് 40 ലക്ഷം രൂപയോ മറ്റോ ചെലവാക്കി എന്നുള്ളത് വാർത്തയായിരുന്നു. അല്ല, ചീഫ് മിനിസ്റ്റർക്ക് അതിലധികം ചെലവാക്കുന്നതിന് വലിയ വിരോധമൊന്നുമില്ല. പക്ഷെ സാധാരണ മനുഷ്യന്മാര് ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന, അതാണല്ലോ സോഷ്യലിസവും മാർക്സിസവും ഒക്കെ. അപ്പൊ ആ അവസ്ഥയില് നമ്മൾ പറയുമ്പോ ഭരിക്കുന്നവര് മാത്രം നല്ല പാലും പാലുൽപ്പന്നങ്ങളും ചാണകം ഉപയോഗിച്ചിട്ടുള്ള ജൈവ കൃഷിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ചാൽ മതി, സാധാരണ ജനങ്ങൾ അവരുടെ ആരോഗ്യം നശിപ്പിച്ച് ആശുപത്രികളെ വളർത്തട്ടെ എന്നാണോ ഇവർ ഈ പറയുന്നതിന്റെ അർത്ഥം? നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ടിവിയില് കേരളത്തിലെ ഒരു പ്രസിദ്ധ സിനിമാ നടി നെയ്യുടെ തരിതരി നെയ്യ് ഇവിടെ എവിടെയാണ് പശുത്തൊഴുത്ത് എന്ന് പറഞ്ഞിട്ട് തപ്പുന്നൊരു ഇത് കാണാം. അപ്പൊ അതല്ല, കമ്പനി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് കേരളത്തിന്റെ വേറൊരു പ്രതിനിധാനാണ്. നമ്മളൊന്നും ഇവിടെ വളർത്താറില്ല, അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുവേ ഉള്ളൂ. അതാണ് കേരളത്തിന്റെ. എന്ത് രസകരമായ, ഞാൻ ചോദിക്കുന്നത്, ആ അഡ്വർടൈസ്മെന്റില് നമുക്ക് അതിനെ മാറ്റിയിട്ട് ഇവിടെയാണ് ഞങ്ങൾ പശുക്കളെ വളർത്തുന്നത് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് അല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. നിങ്ങള് വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് ഇതാണ്, എവിടെയാണ് നിങ്ങളുടെ പശുത്തൊഴുത്ത് എന്ന് പറയുമ്പോൾ, എന്റെ വീട്ടിലുണ്ടാക്കുന്ന പശുത്തൊഴുത്തിൽ നിന്ന് ഞാൻ കറന്നെടുത്തിട്ടുള്ള പാലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പ്രചരിപ്പിക്കേണ്ടുന്ന ഗവൺമെന്റ് നമ്മൾ കാണുന്ന ഈ അഡ്വർടൈസ്മെന്റിന് മാത്രം ടാക്സ് ബെനിഫിറ്റ് കൊടുത്തിട്ട് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനം കൊടുക്കുന്ന ഒരാൾക്കാർ. ഇതൊക്കെയാണ് നമ്മുടെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ലക്ഷ്മിജി പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അത് പറയുള്ളൂ, അരാഷ്ട്രീയ പ്രവർത്തകർക്ക് അത് വരില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയവും അരാഷ്ട്രീയവും അരാഷ്ട്രീയമാണ്. അത് പൊളിറ്റിക്സ് നടത്തുന്ന, അരാഷ്ട്രീയമായിട്ട് സംസാരിക്കുന്നവർക്ക്, രാഷ്ട്രബോധമില്ലാത്തവർക്ക്, രാഷ്ട്രത്തിന്റെ പൈതൃകം അറിയാത്തവർക്ക് അത് അവര് പാലും നെയ്യും തൈരും ഒന്നും വ്യത്യസ്തമായിട്ട് അവർക്ക് അറിയില്ല. അത് എന്താണോ, എവിടുന്നാണ് പാല് വരുന്നതെന്ന് ചോദിച്ചാൽ പാക്കറ്റിലാണ്, അത് എവിടുന്നാണ്, മിൽമയെന്നാന്ന് മാത്രം അറിയുന്ന ആൾക്കാർക്ക് പശുവിനെ കുറിച്ച് അറിയില്ലല്ലോ. നമ്മൾ പറയുന്ന ദേവതാസങ്കല്പവും അഭിഷേകവും നൈവേദ്യവും ക്ഷേത്രാചാരങ്ങളും ശിവക്ഷേത്രങ്ങളും പാലും നെയ്യും തൈരും ഒക്കെ ഒഴുകുന്ന പഞ്ചഗവ്യം എന്ന് പറയുന്ന ശുദ്ധീകരണത്തിന്റെയും അതിന്റെയൊക്കെ ആ ഒരു കാതൽ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിന്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത് അറിയുമ്പോൾ മാത്രമേ
അതിലുപരി മറ്റൊരു കഷ്ടം ഇദ്ദേഹം പറയുന്ന ഈ കേരളം പൊട്ടക്കിണറ്റിലെ തവള അഥവാ എന്താ പറയാ എന്തോ ഒരു പേരുണ്ടല്ലോ അല്ലെ, എന്തോ കുഷ്മാട്ടോ എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം UP വടക്കേ ഇന്ത്യയിൽ മാത്രമാണോ ഗോശാലകൾ ഉള്ളത്? തെക്കേ ഇന്ത്യയിൽ തന്നെ ആന്ധ്ര, കർണാടക പോലെയുള്ള എത്രയോ സ്ഥലങ്ങളില് ഗോശാലകളുണ്ട് അല്ലെ? അതുപോലും തമിഴ്നാട്ടിൽ എത്രയധികം ഉണ്ട്. അപ്പൊ അതുപോലും അറിയാതെ വടക്കേ ഇന്ത്യക്കാരുടെ മാത്രം ഒരു ശീലമാണ് ഗോക്കളെ വളർത്തുന്നത്, ഗോശാല എന്നുള്ള രീതി പറയുമ്പോൾ എത്രത്തോളം പരിമിതമാണ് ഇദ്ദേഹത്തിന്റെ ജ്ഞാനം എന്ന് ഓർത്തു നോക്കുകയാണ്. കൂപമണ്ടൂകങ്ങള്, അതാണ് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ ഇത്രയും ഒരു അറിവുമില്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങൾക്ക് നന്മ വരുത്തുന്ന കാര്യങ്ങളെ എതിർക്കുന്ന രീതിയിൽ, തികച്ചും എല്ലാത്തിലും വർഗീയത ആരോപിക്കുന്ന ഈ പ്രവണതയ്ക്ക് പിന്നിലെ മനഃശാസ്ത്രം എന്താണ്? അധികാരം മാത്രമാണോ? അല്ല ലക്ഷ്മി, നമ്മൾ കേരളത്തിൽ മിൽമ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപനം നടത്തുന്ന കേരള ഗവൺമെന്റിന്റെ കീഴിലാണ്. എന്റെ അറിവ് പ്രകാരം 10 ലക്ഷത്തിലധികം പശുക്കള് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പാലാണ് ഇത്. ആ ജനങ്ങളൊക്കെ നിങ്ങൾ UP-യിലേക്ക് പോയിക്കോളൂ, കേരളത്തിൽ നിൽക്കണ്ടെന്ന് പറയുന്നതിന് തുല്യല്ലേ ഞാൻ പറയുന്നത്? 1 ലക്ഷത്തിലധികം ബഫലോസും 14 ലക്ഷം 13 ലക്ഷത്തിനടുത്തോളം ഉണ്ടാവുന്ന ആ ഒരു അവരൊക്കെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള കുറെ, അവർക്ക് പശു എന്ന് പറയുന്ന അല്ലെങ്കിൽ പാല് തരുന്ന ജീവി എന്ന് മാത്രമല്ല, കാളകളും പശുക്കളും പശുക്കിടാങ്ങളും ബഫലോസും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഇതെല്ലാം കൂടി കൊടുക്കുന്ന നെയ്യ്, തൈര്, ബട്ടർ, മിൽക്ക്, ഈ ചാണകം, അതുകൊണ്ടുണ്ടാക്കുന്ന ബാക്കി കുറേ പ്രോഡക്റ്റുകള്, ഇതിനൊക്കെ കിട്ടുന്ന ഒരു പ്രാധാന്യം, അത് കൃഷിക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, ജൈവവളം, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് വേണ്ട എന്ന് പറയുന്ന, അഗ്രികൾച്ചർ നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ഭാവമാണ്, അല്ലെങ്കിൽ ആ തോന്നലാണ്. അത് പരിതസ്ഥിതിയുടെ സാമ്പത്തികമായിട്ടുള്ള, മനുഷ്യപരമായിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള 1 ലക്ഷത്തിൽ പരം പശുക്കളെ വളർത്തുന്ന കൃഷിക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഫാമുകളൊക്കെ വേണം, ഇതൊക്കെ വളരണം എന്ന് പറയുന്ന ഒരു ലോകത്തിൽ നിന്ന് അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഇതൊക്കെ UP-യിലൊക്കെ മതി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു ചോദ്യമാണ്. ഇവരൊക്കെ ആണോ നമുക്ക് വേണ്ടത്? അപ്പൊ ഇത് പണ്ട് പറയാറുണ്ട്, നമുക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ ഭരിക്കുന്നവരാവണം രാജാക്കന്മാരെന്നാണ്. നമ്മുടെ കാര്യങ്ങൾ അറിയാതെ വേറെ ഏതോ കാര്യങ്ങളൊക്കെ, കേരളത്തെ കുറിച്ച് ഒന്നും അറിയില്ല, കേരളത്തിന് പുറത്തുള്ളവരെ കുറിച്ചും ഒന്നും അറിയില്ല. ആ ഒരർത്ഥത്തില് നമുക്കറിയുന്നത് ഏത് രാജ്യത്തെ കുറിച്ചാണെന്ന് പോലും പറയില്ല. കാരണം എല്ലാ രാജ്യത്തും ആൾക്കാർ മാറി തുടങ്ങി, എല്ലാ രാജ്യത്തും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. നമ്മളൊക്കെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ കാണുന്ന ഗീ, മിൽക്ക് പ്രോഡക്ട്സുകള് ഇല്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യം കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു ദേശം കാണാൻ സാധിക്കുമോ? അപ്പൊ ഇത് നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യ സ്നേഹമില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇതിനൊരു ഉത്തരം പറയാൻ നമുക്കറിയില്ല. കാരണം ഏതാണോ മനുഷ്യന് ശാരീരികവും മാനസികവും ഒരു എന്റർടൈൻമെന്റ് ആണ് പലർക്കും. ഈ ബാംഗ്ലൂരൊക്കെ ഫാം നടത്താൻ പോകുന്ന ഒരു 10-20 വർഷം കഴിഞ്ഞ് IT ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് വലിയ ഒരു ഫാമാണ്. ഇപ്പം ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിട്ടുള്ള IT-യിൽ വളരെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള എൻ്റെ അടുത്ത സുഹൃത്ത്, ഞങ്ങൾ കോൺഷ്യസ് ലിവിംഗ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക് ഹൈദരാബാദിൽ. അത് ഈ കോവിഡ് കാലത്തൊക്കെ ഞങ്ങൾ സമ്മർ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് മില്ലറ്റ് മാത്രം ഉപയോഗിച്ച് കുറെ പേർക്ക് ഭക്ഷണം കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ ഞാൻ ഹൈദരാബാദിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആളാണ്. ആ ഗ്രൂപ്പിന്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂത്ത്, ഒരു 10-35 വയസ്സായിട്ടുള്ള ഒരു പയ്യൻ ഇപ്പൊ ഈ ഒരാഴ്ച ഓസ്ട്രേലിയയിലാണ്. അവൻ അവിടെ വാങ്ങിക്കുന്നത് ഒരു വലിയ ഫാം മേടിച്ചിട്ട് നമ്മൾ കോൺഷ്യസ് ലിവിംഗ് പ്രചരിപ്പിക്കാനും വെൽനസ്സും യോഗയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള വലിയൊരു പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കനഡയിലും ശ്രീലങ്കയിലും സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ നേപ്പാളില്, ഭൂട്ടാനില്, ശ്രീലങ്കയില്, പിന്നെ ഇന്ത്യയിൽ 1-2 സ്ഥലത്ത്, കനഡയില് ഒക്കെ, അമേരിക്കയില് ഒക്കെ നടത്താൻ പോവാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം ഒരു വൈവിധ്യമാർന്ന ജീവിതത്തിന്റെ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്, അതിന് ആദ്യം തുടങ്ങുന്നത് കൃഷി വേണമെങ്കിൽ കൃഷിക്ക് ഉപയുക്തമാകുന്ന എല്ലാ ചെടികളും വളർത്താൻ പറ്റുന്ന സാധനം വേണം. അതിനനുസരിച്ചിട്ടുള്ള പശുക്കളില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ ഫെർട്ടിലൈസേഴ്സും മേടിക്കുന്നതിൻ്റെക്കാളും എളുപ്പമാണ് ഒരു പശു ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1.5 ഏക്കർ സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ കിടാങ്ങളും ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോണ്ടാവുന്ന ആ ഒരു എക്സ്പാൻഷൻ പ്രോസസ് ഉണ്ടല്ലോ. ഇവിടെയൊക്കെ എനിക്ക് ഈ കോവിഡ് കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം, വിനോദം എന്ന് പറയുന്നത് ഫാം സന്ദർശിക്കലായിരുന്നു. ഇവിടെ പലതും വെറുതെ കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ 10 ഏക്കർ 20 ഏക്കറൊക്കെ ഞാനന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ളതിന് പകരം
എൻ്റെ പഴയ പോസ്റ്റിങ്ങുകളൊക്കെ കണ്ടാൽ വർക്ക് ഫ്രം ഫാം എന്ന് കാണാം. ആ ഫാം എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ യു വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് അയച്ചവരെയൊക്കെ അവർ പോയിട്ട് 10 ഏക്കർ സ്ഥലം വാടകയ്ക്ക് എടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാണ്. അവർ ആദ്യം ചെയ്തത് ഒരു 20-30 പശുക്കളെ മേടിക്കുകയാണ്. ആ 30 പശുക്കൾ ഉണ്ടായാൽ 10 ഏക്കർ സ്ഥലത്ത് വളരെ സ്വാഭാവികമായിട്ട് വളരാൻ സാധിക്കുന്ന തരത്തിലുള്ള വ്യത്യസ്തമായ വൈവിധ്യമാർന്ന പച്ചക്കൃഷി മാത്രം വളർത്തിയിട്ട് രാവിലെ പാല് അവിടുന്ന് കൊണ്ട് വിൽപ്പനയ്ക്ക്, അവിടുന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെയൊക്കെയാണ് സിറ്റി, അവിടത്തേക്ക് കൊണ്ട് വിൽക്കുന്ന കുറെ ആൾക്കാർ, ഒരു 10-100 ആൾക്കാർക്ക് ജോലി കൊടുക്കാനും ഈ 10 ഏക്കർ സ്ഥലത്ത് സുഖമായിട്ട് കൃഷി നടത്താനും പറ്റുന്ന കുറെ എൻ്റെ സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ ഫാം ഡോക്ടർ TPS നടിച്ചാൽ കാണാം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഹൈദരാബാദിൽ പോയി കാണുകയും അവർക്കുള്ള സജഷൻസ് കൊടുക്കുകയും അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യാൻ കുറെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ കൃഷിയുമില്ല, കൃഷിയില്ലാത്തവർക്ക് പിന്നെ പശുക്കളെ ഉണ്ടായിട്ട് എന്താ കാരണം, ചാണകം എക്സ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ വരില്ലേ കേരളത്തിൽ നിന്ന്, പിന്നെ അവർക്ക് കൊടുക്കാനുള്ള പുല്ല് വളർത്താൻ പറ്റില്ല. ഇതൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ എനിക്ക് തോന്നുന്നു പശുക്കളുടെയൊക്കെ പടം പുസ്തകത്തിൽ നിന്ന് മാറ്റി, ഇപ്പൊ അങ്ങനെയാണല്ലോ, അതൊക്കെ മാറ്റി അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. എന്നിട്ട് പഠിപ്പിക്കുന്നതോ ഇവർക്കൊന്നും പരിചയമില്ലാത്ത സംഭവങ്ങൾ. നമുക്കൊക്കെ പണ്ട് പുസ്തകങ്ങളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നൊരു പശുവിനെ കുറിച്ചൊക്കെ ഉള്ള പാഠങ്ങൾ ഉണ്ടല്ലോ. അമ്മ പാല് തരും, പശുവിനെ വളർത്തുന്ന അച്ഛന്റെ കഥകളും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഇന്നലെ എങ്ങാണ്ട് ഒരു പേപ്പർ ന്യൂസ് കണ്ടു എന്റെ ലക്ഷ്മി. ഇന്ന് ഞാൻ എന്റെ ക്ലാസ്സിൽ കുട്ടികളോട് പറയണ്ടായി, നിങ്ങളുടെ ഒരു ദുരവസ്ഥ, നിങ്ങളുടെ അല്ല, നിങ്ങളെ പഠിപ്പിച്ച മാഷന്മാരുടെ ഒരു ദുരവസ്ഥയാണ്. 1-ാം ക്ലാസ്, 3-ാം ക്ലാസ്, 5-ാം ക്ലാസ്, 7-ാം ക്ലാസ്സിലെ പുതിയ പാഠ്യപുസ്തകങ്ങൾ വന്നു. പക്ഷെ അത് പഠിപ്പിക്കാനുള്ള ഗൈഡ് ടീച്ചർമാർക്ക് കൊടുക്കാത്തത് കൊണ്ട് ടീച്ചർമാർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ആലോചിച്ചൊക്കെ, 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകം പഠിക്കാൻ മാഷക്കുള്ള ഗൈഡും കൂടി പ്രിപ്പയർ ചെയ്ത് കൊടുത്താലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മാഷന്മാരുടെ ഗതി ആലോചിക്കുമ്പോ ഇവരെങ്ങനെയാണ് മാഷന്മാരായത്? ഇവർക്ക് എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? ഇവരെന്ത് ക്ലാസ്സിൽ പറയണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഗൈഡുകൾ കൊടുത്തിട്ട് അത് വേണം പഠിപ്പിക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. അപ്പൊ ഈ സ്ഥിതിയിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ എഴുതുന്ന ഏത് പാർട്ടി പ്രവർത്തകരാണ്, ഏത് അരാഷ്ട്രീയക്കാരാണ്, എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം പോകുന്നത്? അപ്പൊ നാളെ പശുവിനെയൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ തമിഴ്നാട് കൊണ്ടുപോയിട്ട് ഇതാണ് പശു എന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ അടുത്ത ജനറേഷനിലെ കുട്ടികളെ. ആ അവസ്ഥയിലേക്ക് മാറണം എന്നാണെങ്കിൽ അതാവട്ടെ, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാ ഞാൻ പറയാം. എന്തായാലും 2026 ആവുമ്പോഴത്തേക്കും ഏകദേശ തീരുമാനമൊക്കെ ആവുന്നതാണ് എന്റെ തോന്നല്. ഇവർക്കൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് മാസങ്ങൾ കൂടി നല്ലപോലെ പറയട്ടെ, അതൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും കേൾക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. TPC, ഞാൻ കാലി തൊട്ട് നമസ്കരിക്കുകയാണ്. കാരണം എല്ലാ കാര്യങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം ആദ്യം കാണുന്ന ഒരു വ്യക്തിയാണ് TPC. എന്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഈ ബിനോയ് വിശ്വം ശരിക്കും പറഞ്ഞാൽ മുൻ MP ആണ് അദ്ദേഹം. വൈക്കത്താണ് ജനിച്ചത്. അദ്ദേഹത്തിന് കൊടുക്കാൻ ഇതിലും നല്ലൊരു മറുപടി ഇല്ല. കാരണം ഒന്നും ഉണ്ടാകാത്ത, പുല്ല് പോലും മുളയ്ക്കാത്ത കേരളത്തില് പശുവിനെ വളർത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. പശുക്കളുടെ നന്മ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് TPC ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ശരിയാണ്. കാരണം എനിക്ക് ബിനോയ് വിശ്വംജിയോട് പറയാനുള്ളത്, അങ്ങയുടെ പേരൊന്ന് മാറ്റണം. കാരണം വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ് അർത്ഥം. ലോകം പോയിട്ട് അങ്ങ് ജനിച്ച വൈക്കത്തെ കുറിച്ച് പോലും അങ്ങേക്ക് ഒരു വകയും അറിഞ്ഞൂടാ. പിന്നെ എന്തിനാണ് ഈ വിശ്വം എന്നുള്ള പേരും വെച്ചുകൊണ്ട് അങ്ങ് നടക്കുന്നത്? കാരണം കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെട്ടുകൊട്ടെ. കാരണം ഒരു ഏക്കറിന് ഒരു പശു മതി ജൈവ കൃഷി നടത്താൻ. നല്ല ഭക്ഷണം ഉണ്ടാക്കി മാരക കീടനാശിനികൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കാനായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അവസരം കിട്ടുന്നതിനെ അങ്ങ് എന്തിനാണ് തടയുന്നത്? ക്ഷേത്രകാര്യങ്ങൾക്ക് എത്രമാത്രം പാലും പാൽ ഉൽപ്പന്നങ്ങളും വേണം. ആ ഗോശാലകളിൽ ആ പശുക്കൾക്ക് പുല്ലടക്കം എന്തെല്ലാം വേണം? അതെല്ലാം കൃഷി ചെയ്യാൻ ജനങ്ങൾക്ക് അവസരം കിട്ടുന്നത് എന്തിനാണ് നശിപ്പിക്കുന്നത്? ആരോഗ്യം രക്ഷിക്കാൻ പറ്റും, അതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഗവർണർ എന്ന് പറയുന്ന RSSകാരൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഗോശാലകൾ UP-യിൽ കൊണ്ടുപോയി നടത്താൻ പറയുന്ന കേരളത്തിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവരും പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിക്കുന്നതാണ്. അതുകൊണ്ട് ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത അങ്ങ് വിശ്വം എന്ന പേര് വെച്ചുകൊണ്ട് നടക്കരുത്. ബിനോയ് വൈക്കം എന്ന പേര് വെക്കുക. കാരണം അങ്ങേക്ക് ലോകത്തെ കുറിച്ച് പോയിട്ട് അങ്ങ് ജനിച്ചിട്ടുള്ള വൈക്കം എന്ന സ്ഥലത്തെ കുറിച്ച് പോലും അറിയില്ല, കേരളത്തെ കുറിച്ച് പോലും അറിയില്ല എന്നാണ് അപേക്ഷിക്കാനുള്ളത്. ലോകം നശിപ്പിക്കാതെ, കേരളം നശിപ്പിക്കാതെ അങ്ങൊന്ന് ആ പേരെങ്കിലും മാറ്റുക. അല്ല ലക്ഷ്മി, അത് വൈക്കത്തുകാരോടും കൂടി ചോദിച്ചിട്ട് വേണം.
വൈക്കത്തുകാർക്ക് വിരോധമില്ലെങ്കിൽ മാത്രം ബിനോയ് എന്നുള്ളതിന് അർത്ഥം വിനയം എന്നും കൂടിയാണ്. അപ്പൊ അത് വൈക്കത്തുകാരോട് വിനയപൂർവ്വം ചോദിക്കുക. തീർച്ചയായിട്ടും അവർക്ക് സമ്മതമാണെങ്കിലേ പറ്റൂ. കോട്ടയം ജില്ലയിൽ ഉള്ള വൈക്കത്തുകാർക്ക് വിരോധമില്ലെങ്കിൽ മാത്രം ബിനോയ് വിശ്വം ആ പേര് മാറ്റിയിട്ട്, വിശ്വം ലോകം എന്നുള്ള അർത്ഥം വരുന്ന പേര് മാറ്റിയിട്ട് ബിനോയ് വൈക്കം എന്ന് വെക്കുക. അല്ലെങ്കിൽ വല്ല ബിനോയ് ചൈനയെന്നോ മറ്റോ വെക്കുക. അങ്ങയുടെ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് പോകുന്ന വല്ല ഭാഷയും വെക്കുക. കാരണം കേരളത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ വിശ്വത്തെ കുറിച്ച് പോയിട്ട് അന്യ സംസ്ഥാനങ്ങളെ കുറിച്ചോ കേരളത്തിനെ കുറിച്ചോ ഒന്നും അറിയാതെ ഗവർണറെ എതിർക്കാൻ വേണ്ടി പശുവിനെ എതിർത്ത് ബാങ്കുകൾക്ക് വേണ്ടി മാത്രം പോയി കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും യു പിയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ പശുവിനെ. തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഉണ്ട് പശുക്കൾ. അത് കാണാനുള്ള കണ്ണില്ല. ചൈനയിൽ പോയാൽ അവിടെയും ഇഷ്ടംപോലെ പശുക്കളുണ്ട്. അപ്പോ ഗവർണർ യു പിക്ക് അല്ല നടത്തേണ്ടത്, ചൈനയിലും ഉണ്ട് പശു ഫാം. അവിടെയെങ്കിലും ഒന്ന് പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി ടിപേശി, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം നൽകിയതിന്. പുല്ലുപോലും മുളയ്ക്കാത്ത കേരളത്തില് പശുവിനെ വളർത്താൻ സാധിക്കില്ല എന്നാണ് ബിനോയ് വിശ്വം ഉദ്ദേശിച്ചത് എന്നാണ് ടിപേശി വിനയപൂർവ്വം പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നന്ദി. പാദ നമസ്കാരത്തോടു കൂടി നന്ദി.